അപ്പോൾ ഇനി പറയാനുള്ളത് ഒരു വെളിച്ചെണ്ണൻ്റെ കഥയാണ് കേട്ടോ. കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, അതിവിടെ SR മില്ലിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വെളിച്ചെണ്ണയായിട്ട് തരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ ഈ തേങ്ങയും കൊടുത്തിട്ട് ഞാനും ഉമ്മയും നേരെ മില്ലിൻ്റെ ഫ്രണ്ടിലേക്ക് ആ ഒരു ഷീറ്റുമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവിൽ നമുക്ക് തരുന്ന വെളിച്ചെണ്ണ എത്ര നോക്കി നിൽക്കുമ്പോഴാണ് നമുക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക് ഇനി ഒരു 30 രൂപയും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്ന് ആ 30 രൂപയും കൊടുത്തിട്ട് ഈ ഒരു ക്യാനും കൊണ്ട് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. 2-3 പ്രാവശ്യമായിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ വെളിച്ചെണ്ണ മേടിക്കാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുട്ടീസിന് കുറച്ച് ചോക്ലേറ്റ്സോ കുക്കീസോ ഒക്കെ മേടിക്കാൻ വേണ്ടി നേരെ അമൂലിൻ്റെ ഈ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കുക്കീസ് എടുക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാൽപ്പൊടി ചോദിച്ചപ്പോൾ വലിയ പാക്കറ്റില്ല, ചെറുതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും സാമ്പിൾ പാക്കറ്റ് ആണല്ലോ നല്ലതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു 10-12 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കുക്കീസും മേടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അവരെ നെയ്യൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി നെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും മേടിക്കാം. പിന്നെ നമ്മുടെ കുട്ടീസിന് കുറച്ച് ചോക്ലേറ്റ്സും മേടിക്കാന്ന് വെച്ചത് ഈ ഹേസൽനട്ടും പിന്നെ ഒരു വെൽവെറ്റിൻ്റെ ചോക്ലേറ്റും കൂടിയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്.